ഏതായാലും റഹീമിന്റെ ചേട്ടൻ നാസിർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഏകദേശം കാമണിക്കൊണ്ട് എത്തുന്നാണ് പറയുന്നത്. ഇപ്പോൾ റണ്ണിങ്ങിലാണ്. എന്താണ്, സന്തോഷമാണോ? എനിക്കൊന്നും പറയാൻ കഴിയില്ല. എല്ലാവരോടും നന്ദിയും കടപ്പാടും എനിക്ക് ഇതിൽ എല്ലാവരോടും പറയാനുള്ളൂ. പറഞ്ഞ് എന്താ പറയുക, എനിക്ക് ഒന്നും വാക്കുകൾ കിട്ടുന്നില്ല. പറഞ്ഞിരുന്നു ബലിപെരുന്നാളിന് അന്ന് എത്തുന്നുള്ളൊരു പ്രതീക്ഷ പറഞ്ഞിരുന്നു, അത് തന്നെ സംഭവിച്ചു. ആ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാവരുടെ സഹായത്താൽ അവനിതാ ബലിപെരുന്നാൾ തന്നെ വലിയൊരു ആഘോഷമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ, വീട്ടിലും കുടുംബങ്ങളും മാത്രം ആഘോഷിക്കുന്ന ഒരു പെരുന്നാൾ ഇത്. അതല്ല, 20 വർഷം നമ്മൾ ആഘോഷിക്കാത്ത ഒരു പെരുന്നാൾ ജനങ്ങളും ചാനലും മീഡിയാസും എല്ലാവരും കൂടി നമ്മളെ ഒരു ആഘോഷമാക്കി മാറ്റി തരാണല്ലോ. എല്ലാവരോടും നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. കരിപ്പൂർ എയർപോർട്ടിലെത്തിയപ്പോൾ തന്നെ കണ്ണീരോട് കൂടിയാണ്, കരഞ്ഞുകൊണ്ടാണ് റഹീം ഇറങ്ങി വന്നത്. ഇനി ഉമ്മയെ കാണാനായിട്ട് ഇങ്ങോട്ടേക്കാണ് എത്തുന്നത്. അതെ, ഓടി വരികയാണ്. കാരണം അമ്മയും ഞാൻ അങ്ങോട്ട് പോവാതെ നിന്നത് എന്താ വെച്ചാൽ അവിടുത്തെ ആളുകളെ വിഷയങ്ങളൊക്കെ കണ്ടു. പിന്നെ ഇവിടെ വരുമ്പോൾ അവന് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഉമ്മ ഇവിടെ നിന്ന്. ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്, എല്ലാവരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്, വെയിറ്റ് ചെയ്യാണ്. ഇൻഷാല്ലാ ഏകദേശം 10-15 മിനിറ്റോടെ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്നാളപ്പോൾ ഇത്തവണ റഹീമിന്റെ കൂടെ ആഘോഷിക്കല്ലേ? ഇൻഷാല്ലാ ആഘോഷിക്കുക, എല്ലാവരും പാടെ കൂടി ആഘോഷിക്കുക. അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയല്ലേ. അതുതന്നെയാണ് സേതുലക്ഷ്മി. ഈ പെരുന്നാൾ റഹീമിനൊപ്പം ഏകദേശം 20 വർഷക്കാലമായി ഇവർ പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ പങ്കെടുത്തിട്ട്. എന്നാൽ ഇത്തവണ റഹീം നാട്ടിലെത്തുന്ന സാഹചര്യത്തിൽ പെരുന്നാൾ ആഘോഷമാക്കും. കൂടാതെ തന്നെ റഹീമിനായിട്ടുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ഏകദേശം 15 മിനിറ്റിനുള്ളിൽ തന്നെ, ഏകദേശം 8:50 കൂടി തന്നെ റഹീം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം ഫറൂഖ് പേട്ടയിലായിരിക്കും എത്തുക. അവിടെ നിന്ന് ഓപ്പൺ വാഹനത്തിൽ കയറിയാകും വീട്ടിലേക്ക്, ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന, തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിലേക്ക് റഹീം എത്തിച്ചേരുക. ഇവിടെ വലിയൊരു ജനക്കൂട്ടം തന്നെയുണ്ട്. സമിതി അംഗങ്ങളും കൂടാതെ ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ഈ വീട്ടിലുണ്ട്. ഉമ്മയും ഈ വീട്ടിലാണ്, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിലാണ് ഉമ്മയും ഉള്ളത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ റഹീം ഇവിടേക്ക് എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിലാണ് ഇവരെല്ലാം കാത്തിരിക്കുന്നത്. സേതുലക്ഷ്മി, ഇന്നലെ